മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കർമ്മം ചെയ്യില്ല. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ചെയ്താൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല. 10 പ്രാണനുണ്ട്. അതിൽ അർജുന പ്രാണൻ എന്നൊരു പ്രാണനുണ്ട്. ആ പ്രാണൻ നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുമെന്നാണ് വിശ്വാസം. അതിനെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് മരണത്തിന് ശേഷം ചെയ്യുന്ന മരണാനന്തര കർമ്മങ്ങളൊക്കെ. അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയല്ല, മരിച്ചാൾക്ക് വേണ്ടിയിട്ടും അല്ല. നമ്മുടെയൊക്കെ ധാരണ നമുക്ക് വേണ്ടിയോ മരിച്ചാൾക്ക് വേണ്ടിയോ ചെയ്യണത് അല്ല. ഇപ്പം ഞാൻ മരിച്ചാൽ ഞാൻ പോകുന്നൊരു സ്ഥലത്ത് എനിക്ക് മുമ്പ് പോയ എൻ്റെ അമ്മയും അച്ഛനും പോകുന്നൊരിടത്തേക്കാണല്ലോ ഞാൻ പോകുന്നത് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ പോകുന്നൊരു സ്ഥലത്തേക്ക്, അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും എൻ്റെ ബ്രദേഴ്സും ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ഏതോ ഒരു സ്ഥലത്ത്. അവർക്ക് വേറൊരു പ്രാണം കിട്ടിയിട്ട് അവർ പോയില്ലെങ്കിൽ, മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നുണ്ടാവും എന്നാണ് ധാരണ. അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകത്തേക്ക് ഞാൻ പോകുമ്പോൾ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ആ ലോകത്തേക്ക് ഞാൻ പോകും അല്ലേ? അപ്പോൾ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവോ ഇല്ലയോ? ഓക്കെ. നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. പ്രേതാത്മാക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 365 ദിവസം. ആരുടെ? നമ്മുടെ. മനസ്സിലായോ? അപ്പം ഞാൻ ഒരു ഡിസംബറിലാണ് മരിച്ചതെന്ന് വിചാരിക്കും. ഡിസംബർ ചിലപ്പോൾ അവിടെ അർദ്ധരാത്രി 11 മണിയായിരിക്കും വിചാരിക്കും. അവരെന്ത് ഉണ്ടാവും? ഉറങ്ങുണ്ടാവും എന്നാണ് ധാരണ. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഞങ്ങൾ ഉറങ്ങാണെന്ന് വീട് അടച്ചു വെക്കുമോ? അവർ തുറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് കാപ്പിയും ചായയും പലഹാരമൊക്കെ തരണം, വേണ്ടേ? അവർക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളെന്ത് ചെയ്യണം? നമ്മളവിടെ പോകുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്കും ഈ പോകുന്ന ആൾക്കും ഒക്കെ ഉണ്ടാക്കേണ്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അതാണ് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ 10 ദിവസത്തെ. ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ളൊരു 2 സെക്കൻഡേ ആയിട്ടുള്ളൂ. ആണോ അല്ലയോ? അല്ലേ? അപ്പോൾ അത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ പോകുന്ന ആളെ അവർ റിസീവ് ചെയ്യുമ്പം അവർ ഉറക്കം ഏതോ ഒരു സമയമായിരിക്കും. ആര് ഏത് സമയത്ത് വന്നാലും ഒരു കുറച്ച് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണല്ലോ അല്ലേ? അവർക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഭസ്മം കൊടുക്കുക, കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കുക, അതൊക്കെയാണ് ഈ കൊടുക്കുന്നത്. കാല് കഴുകിപ്പിക്കുക, വിഭൂതി ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഭക്ഷണം കൊടുക്കുക. അവർക്കുള്ള ഒരു ശൈലിയിൽ അങ്ങോട്ട് കൊടുക്കുക. തീർന്നു. ഇത് ചെയ്യുന്നത് ഈ മരിച്ച ആൾക്ക് വേണ്ടിയിട്ടും അല്ല, നമുക്ക് വേണ്ടിയിട്ടും അല്ല. നമ്മുടെ പൂർവികന്മാരിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ശല്യപ്പെടുത്തി എന്നുള്ള തോന്നലില്ലാതിരിക്കാൻ, എന്നെ റിസീവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള എൻ്റെ ആൾക്കാർക്ക് അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടായിക്കോളും. നാട്ടിൽ പണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മരിച്ചാലോ ജനിച്ചാലോ ശാവടിയന്തരോ സദ്യയോ, ഞാനൊക്കെ എൻ്റെ നാട്ടിൽ എത്രയോ ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുശിനിപ്പണിക്ക് പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? ആണോ അല്ലയോ? അതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ബന്ധുക്കൾ മാത്രമൊന്നും ആവണമെന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ്റെ അച്ഛനോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയോ ഒക്കെ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചെയ്യാം. എന്താ ചെയ്യുന്നതിനോട്? മക്കൾ മാത്രം ചെയ്യണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അവരൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്നാഹം വർക്കാടെ കൊടുക്കുന്നതാണ് ഇത്. ഇനി അത് പിന്നെ എപ്പോഴാണ് ചെയ്യുക? അടുത്ത ദിവസം. അടുത്ത ദിവസം എപ്പോഴാണ്? അടുത്ത വർഷം നമ്മുടെ. അതുകൊണ്ടാണ് ആണ്ടുബലി. അത്രയൊക്കെ ഉള്ളൂ ഈ സങ്കല്പത്തിൽ. അത് നമ്മൾ അവരെ ഓർക്കാനും അവരുടെ ബന്ധുക്കളെ ഓർക്കാനും അവർക്കൊരു നമ്മുടെ ഒരു റെസ്പെക്റ്റ് കാണിക്കാനും ഉള്ളൊരു സൗകര്യം. ആ റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ള അവരെ റിസീവ് ചെയ്യുക, അവരുടെ ഇരുത്താനുള്ള ഇരുത്തുക, ഭക്ഷണം കൊടുക്കാനുള്ള കൊടുക്കുക, ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രാധാന്യമുള്ളൂ. ഇതൊന്നും അറിയാതെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കാക്ക കൊണ്ടുപോയില്ല, കാക്ക കൊണ്ടുപോയി പോലും കൊണ്ടുപോയില്ല പോലും ഒരു കുഴപ്പമില്ല. അത് എല്ലാവർക്കും ഇപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ അർദ്ധരാത്രി 11 മണിക്കും 10 മണിക്കൊക്കെ ചെയ്യുന്നതിന് പകരം ഉച്ച ഭക്ഷണത്തിന് കൂടിയാൽ മതി. അത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. നമ്മളൊക്കെ സാധാരണ ചെയ്യുക വാവിനാണ്, കർക്കിടക വാവാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അത് ഉച്ചഭക്ഷണം എന്ന് വിചാരിച്ചാൽ മതി. അത് ഉച്ചഭക്ഷണം കൊടുക്കണോ, രാവിലെ പലഹാരം കൊടുക്കണോ, വൈകുന്നേരം ചായയും കടി കൊടുക്കണോ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് 3ഉം കൊടുക്കാൻ പറ്റണം, കൊടുത്തോ. ആരെങ്കിലും കൊടുത്തോളൂ, നിങ്ങളല്ലെങ്കിലും വേറൊരാളെങ്കിലും കൊടുക്കുമല്ലോ ഇല്ലേ? ഹൈദരാബാദിൽ പണ്ട് രാമധർമ്മ പ്രചാരക സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി തുടങ്ങി. അതെൻ്റെ വീടാണ്. ഓക്കെ. ആ കാലത്തൊന്നും അവിടെ ആരും കർക്കിടകവാവ് ചെയ്യാറില്ല, മലയാളികളൊന്നും. ഞാനായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ വലിയ പ്രസ്ഥാനമാണ്. കുറേ ആൾക്കാർ അവിടെ ഒരു കായലിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലാണ് ഇപ്പോഴും അതിൻ്റെ അഡ്രസ്സ്. ഞാൻ തുടങ്ങിയതാണ്. അവിടെയാണ് ബാലഗോകുലം ശ്ലോകം പഠിപ്പിക്കാൻ, അങ്ങനെ പഠിപ്പിച്ച ശ്ലോകമാണ് പിന്നെ ബുക്കാക്കി മാറ്റിയത്.
എല്ലാ സാറ്റർഡേയും വന്ന് കുറേ പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. കുറേ കാലം മുമ്പ്, 10-30 വർഷം മുമ്പ് അങ്ങനെ തുടങ്ങിയതാണ്. അന്ന് ബാലഗോകുലം എന്ന് പേരൊന്നും ഇട്ടിട്ടില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ബാലഗോകുലാക്കി മാറ്റി. ഇത് നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും എല്ലാവരും. അപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം അറിയാം. ഒന്നുകിൽ അവർ തിണ്ടായിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 4 ദിവസം ക്ഷേത്രത്തിൽ പോയാണ്ടിരുന്നാൽ അവർ അന്വേഷിക്കും എന്ത് പറ്റിയെന്ന്. ഇന്നത്തെ പോലെ വാട്സപ്പിൽ ഫോട്ടോ അയക്കാനും സ്മരണാഞ്ജലി എന്നിട്ട് അയക്കാനൊന്നും പറ്റില്ലല്ലോ. എങ്ങനെയാണ് ബാക്കിയുള്ളവർ അറിയിക്കുക? നടന്ന് പറയാൻ പറ്റുമോ എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറ്റുമോ? ഒരു ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഉടനെ അവരറിയും. മനസ്സിലായോ? അതുകൊണ്ട് ആ സമയത്ത് എവിടെ പോകരുത്? ക്ഷേത്രത്തിൽ മാത്രമല്ല, എവിടെയും പോകരുത്. ഈ ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അല്ല, എവിടെയും പോകരുത്. എന്താ കാരണം? അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ, എൻ്റെ ബന്ധുക്കളിൽ പലരും വരും, എൻ്റെ ബന്ധു മരിച്ചാൽ ആ ബന്ധുവിനെ ഇയാൾ അറിയണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊരു റെസ്പെക്റ്റ് പോവല്ലോ. ഈ പോകുന്ന സമയത്ത് ഞാൻ തന്നെ അവിടെ ഇല്ലെങ്കിലോ? മനസ്സിലാവുണ്ടോ? ഈ വന്ന ആൾക്കും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും ഇല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാ കുടുംബക്കാരും അവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടി അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ഒരു ബന്ധം ഉണ്ടാവണ്ടേ കുടുംബത്തിന്. അതുണ്ടാവാനുള്ളൊരു മാർഗവും കൂടിയാണിത്. അതല്ലാതെ പുല എന്ന് പറഞ്ഞത്, അത് ക്ഷേത്രത്തിൽ പോകാണ്ടിരിക്കാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് പുല, ബാലായ്മ, അതൊക്കെ പറയും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്ത സമയം, കാലിൽ മുറിവുണ്ടായാൽ പോവരുത്, കഫ് ഉണ്ടായാൽ പോവരുത്, കോൾഡ് ഉണ്ടായാൽ പോവരുത്, ഇതൊക്കെയുണ്ട്. ജലദോഷമുള്ള ആളും പോവരുത്, കോൾഡ് ഉള്ള ആൾ പോകാനേ പാടില്ല. കാരണം അത് സ്പ്രെഡ് ചെയ്യും. എന്തിനാ അസുഖമുള്ളവർ പോകുന്നത്? കഫുള്ളവർ പോവരുത്, കാലിൽ മുറിവുണ്ടായാൽ പോവരുത്. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. കാലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നടക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ബ്ലഡ് ഇൻസ്റ്റിങ്ക്റ്റ് പാടില്ല വെച്ചിട്ടാണ്. ഇങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് സുഖമല്ലാത്ത അവസ്ഥയിൽ പോകേണ്ട ഒരു സ്ഥലമല്ല ഹോസ്പിറ്റൽ. നല്ലൊരു കഥയുണ്ട് ഓഷോയുടെ. ഓഷോ നല്ലപോലെ മുടിയൊക്കെ വളർത്തി ആ ഒരു സ്റ്റൈലിലൊക്കെ ആണല്ലോ, ഹിപ്പി സ്റ്റൈൽ. അയാളുടെ അച്ഛനൊരു മാഷാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ മുടി മുറിക്കണം. അപ്പോൾ അവനാണെങ്കിൽ പറഞ്ഞനുസരിക്കാത്തൊരു പയ്യനായിരുന്നു. കുറേ നിർബന്ധിച്ച് പറഞ്ഞു, ഞാൻ മുറിക്കും, പക്ഷെ അതിൻ്റെ ഫലം അച്ഛൻ അനുഭവിക്കേണ്ടി വരും. അവനെന്ത് ചെയ്ത് പോയിട്ട് ഫുൾ ഷേവ് ചെയ്തിട്ട് നാട് ഫുൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്ത് മോനെ? അച്ഛനാ കാരണം. പണ്ട് ആ ഭാഗത്തൊക്കെ എന്താണ്, അച്ഛൻ മരിച്ചാൽ ഷേവ് ചെയ്യണമെന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഒരു പിന്നെ വാദ്യാരായിരുന്നു. അങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് എല്ലാവരും കൂടി അവിടെ എത്തി. അപ്പോൾ ഇയാൾ പതുക്കെ പോയി. കാരണം അച്ഛനാണോ ആണോ അല്ലയോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കുറേ ഉണ്ട്. ഇപ്പം എല്ലായിടത്തും അതില്ലല്ലോ, ചിലയിടത്തും ഓരോരോ സ്ഥലത്തും വ്യത്യസ്തമായ ആചാരം. അത് ഓരോ ദിവസം ചിലർക്കുണ്ട്. ബ്രാഹ്മണന്മാർക്ക് വേറെ, അങ്ങനെ അതിനൊന്നും അർത്ഥമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ വരുന്ന സമയത്ത് അവർ കുറേ കാലം അവിടെ നിൽക്കണം. കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നൊരു കാലം ഉണ്ടാവില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ 10 ദിവസമൊക്കെ വേണം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോകുന്നതിൽ ഇപ്പം എന്താ കുഴപ്പം? അതെ, എത്താൻ തന്നെ 2 ദിവസം കഴിയും, 3-ാമത്തെ ദിവസം അതല്ലെങ്കിൽ പറയും ശരി ടാറ്റ. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് നമുക്ക് അടുത്തറിയുന്ന, ഞാൻ ബാംഗ്ലൂരിലൊരു ക്യാമ്പ് നടത്തുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രഭാഷണവും പ്രോഗ്രാമൊക്കെ ആയിട്ട് ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിനിയെ പോലെ ജീവിക്കുന്ന ഒരു നല്ല ഡാൻസുകാരിയായിട്ടുള്ള, നല്ല പോലെ കഥയൊക്കെ പറയുന്ന, ഇൻഫോസിസിലൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന നല്ല ബന്ധമുള്ള ഞാൻ പരിചയപ്പെടുത്തിയതൊക്കെ. അവരടുത്ത കാലത്ത് മരിച്ചു. മരിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ അയാളുടെ കൊച്ചുമകൻ അമേരിക്കയിൽ വിവാഹം കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊക്കെ വലിയൊരു പ്രശ്നമുള്ള സംഭവമല്ലേ? അതല്ല. ഇന്നലെ മിഞ്ഞാന്നൊരു കഥ കേട്ടു. ഒരാൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ആവാൻ പോകുന്ന പയ്യനാണ് ഓടിക്കുന്നത്, ഇടിച്ചു, അമ്മുമ്മ മരിച്ചു, അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ. അവൻ നേരെ പോയി വിവാഹം കഴിച്ചു. അവനൊന്നും പറ്റാത്തതുകൊണ്ട് അവൻ നേരെ പോയി വിവാഹം കഴിച്ചു. ഇനി അറിയില്ല, അവൻ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വന്നിട്ട് മാലയിട്ടിട്ട് പോകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് നിയമം എന്നൊന്നും നമുക്കില്ല. നമുക്കെന്താണോ സൗകര്യം, നമുക്കെന്താണോ ചെയ്യേണ്ടത് ഇല്ലേ, അതിന് നമുക്ക് മനസ്താപം ഉണ്ടാവണോ, അത് കാണിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കുള്ളതാണോ ദുഃഖം? ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കൽക്കട്ടയിലൊക്കെ ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ ചെണ്ടയൊക്കെ അടിച്ചിട്ട് റോഡിൽ പ്രൊസഷനല്ലേ പോവുക. ആന്ധ്രയിലും അങ്ങനെയാണ്. ചില സ്ഥലത്ത് നല്ലോണം കള്ളും കുടിച്ച് ഡാൻസ് കളിക്കും. മരിച്ച ദിവസം പാർട്ടിയാണ്, ഉറപ്പാണ് അവിടെ.
ഓട്ടിട്ട് ചില സ്ഥലത്ത് എങ്ങനെയാണ് കരയാൻ ആൾക്കാരെ വാടക കിട്ടും. അതിനായിട്ട് കാശ് മേടിച്ചിട്ട് വന്ന് കരയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, എല്ലാവരും കരയുന്നുണ്ടാവില്ല. അപ്പോൾ 4 പേര് കരയുമ്പോൾ നമുക്ക് അവിടെ പോയി അറിയാണ്ടെങ്കിലും കരയാൻ തോന്നുമല്ലോ. അപ്പോൾ നാണക്കേടുണ്ടാവില്ല, കരയാൻ ഒന്ന് രണ്ട് ഒരു കൂട്ടുകാരുണ്ടാവുമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്താലോ മോശമല്ലേ? ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, മരിച്ചൊരു ശവം കൊണ്ടുവരുന്നൊരു കഥയുണ്ട് അമേരിക്കയിൽ നിന്ന്. ഒരു തെലുങ്കോ കന്നഡയോ ഒരു സിനിമയുണ്ട്. ഒരാൾ മരിച്ച സമയത്ത് കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ്, കാക്ക എടുക്കണോ എടുക്കണ്ടയോ എന്താ ചെയ്യുക, എന്നിട്ട് കള്ള് കൊടുത്താലാണോ കൊടുക്കുക. അവിടേക്ക് അങ്ങനെയാണ്, കള്ള് കൊടുത്താലാണ് കാക്ക വരിക. ഇനി കള്ള് കൊടുക്കാണ്ടതിന് പകരം അവരുടെ ഒരു ഹസ്ബൻഡ് മകളെ വിവാഹം കഴിച്ചാൽ പറയുന്നത് ഞാൻ റമ്മ് കൊടുക്കാമെന്നാണ്. അപ്പോൾ കാക്കക്ക് റമ്മ് ഇഷ്ടമല്ല, ഇഷ്ടം കുറച്ചുകൂടി ഹയർ കൊടുക്കാം. നല്ല രസകരമായ സിനിമയാണ്. പക്ഷെ അതിൽ നമ്മുടെ ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ്, പക്ഷെ അതിൻ്റെയൊക്കെ കഥ അതിനകത്തുണ്ട്. ഓരോ സ്ഥലത്തും റിച്വൽസാണ്. ഇതൊന്നും ബാധകമല്ല ശരിക്ക്, ഇതൊക്കെ മനസ്സാണ്. അതാണ് അത്യാവശ്യം. ഇന്നിപ്പോൾ നമ്മൾ പ്രയർ നല്ലോണം പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ ഇല്ലേ? ആ സ്വരൂപം എന്താണ് എന്ന് എൻ്റെ ഉള്ളിൽ അറിയുമ്പോഴാണ് ആ ചെയ്യുന്നതിനുള്ള കടമ. അപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധു കഴിഞ്ഞ വർഷം മരിച്ച സമയത്ത് ഹൈദരാബാദിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിച്വലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വേണം ചെയ്യിപ്പിക്കാമെന്ന്. പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ ഞാൻ കേരളത്തിലാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല. അവർ പറഞ്ഞു ഇപ്രാവശ്യം ഒന്നും ചെയ്യേണ്ട, അടുത്ത വർഷം ഞാൻ പോയിട്ട് ചെയ്താൽ മതി. കുടുംബക്കാരൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും റിച്വലൊന്നും നടത്തിയിട്ടില്ല സാധാരണ. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ഡിസംബർ 23-ാം തീയതി ആയിരുന്നു മരിച്ചത്. ഡിസംബർ 15-ാം തീയതി അവരുടെ അമേരിക്ക എന്നൊക്കെ ആൾക്കാർ വന്ന് ഞാനാണ് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയണം. അതാണ് വേണ്ടത്. നല്ലൊരു ഒരു തമാശ പറയാറുണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ മന്ത്രം ചൊല്ലാൻ പറ്റുമോ? മന്ത്രം ചൊല്ലുമ്പോൾ സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? മനസ്സിലാകണ്ട പറഞ്ഞത്. നമുക്ക് ഈ ഓരോന്ന് ചൊല്ലുമ്പോഴും നമ്മൾ അവസാനം വേദന വരിക എന്ന് വിചാരിക്കുക. വേദന വരുമ്പോൾ നിങ്ങൾ എന്താ വിളിക്കുക? രാമ 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 എന്ന് വിളിച്ചോ ഇല്ലേ? അയ്യോ രാമാന്ന് വിളിക്കാൻ പാടില്ല, ഇപ്പം വിളിച്ചു അങ്ങനെ വരണ്ട കേട്ടോ ഇപ്പം എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് മന്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെ മന്ത്രങ്ങളാണ്. ആ മന്ത്രത്തിന് ഓരോന്നിനും വ്യത്യസ്തമായ ഓരോ തലത്തിൽ വ്യത്യസ്തമായ എനർജിയും ലെവലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പൂജാരി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെല്ലുന്നതും മന്ത്രമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ നാമങ്ങളും മന്ത്രങ്ങളാണ്. പക്ഷെ അതിൽ ഓം ചേർക്കണോ ഹ്രീം ചേർക്കണോ ക്ലീം ചേർക്കണോ എന്നൊക്കെ അനുസരിച്ചിട്ട് അതിനൊരു ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? മഹാമന്ത്രമാണ് എന്ത്? ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ളത്. അത് ചൊല്ലാൻ പാടില്ലെങ്കിൽ കേൾക്കാനും പാടില്ല. ഞാൻ പറയുന്നത്, എനിക്കറിയുന്ന ഒരു കാര്യം ആരെങ്കിലും ചൊല്ലിയാൽ ഞാൻ അറിയാണ്ട് കേട്ടുപോകില്ലേ? കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചൊല്ലുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയാണ് നിങ്ങൾ അടച്ചു പൂട്ടിയിടണ്ടേ ശബ്ദമൊന്നും കേൾക്കാതെ. ആരോ എവിടെയോ ചൊല്ലിപ്പോയാൽ മഹാപാപ ഇല്ലേ അത്? നിങ്ങൾ അറിയാണ്ട് ഉള്ളിൽ ചൊല്ലിപ്പോയി എന്ന് പറയാൻ പറ്റില്ലേ? പറ്റുമോ? അർത്ഥം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് വല്ലാണ്ട് സീക്രട്ടായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതിപ്പോഴില്ല. കാരണം നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട്. ഇനി അത് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വേദന ഉണ്ടാക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെയുള്ള റൂമുകൾ തന്നെയുണ്ട്. ഗർഭത്തിന് ശേഷം പ്രസവത്തിന് ശേഷം ആചരിക്കാനുള്ള സ്ഥലം, അതിന് പ്രത്യേകിച്ചുള്ളൊരു വഴി, അതുവഴി മാത്രമേ തിണ്ടാരികൾ വരുള്ളൂ. അവർ വന്നിട്ട് തുണി കൊണ്ടുപോകും വാഷ് ചെയ്യാൻ. ഇപ്പം ഒക്കെ വാഷിംഗ് മെഷീനിൽ തന്നെയല്ല, ആണോ അല്ലയോ? അന്ന് തുണി കേടാവും, ഇന്ന് തുണി കേടാവില്ലല്ലോ. ഡിസ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ പഴയ സങ്കല്പങ്ങൾ. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒന്നും സ്ഥായിയായിട്ട് എല്ലായിടത്തും ഒരേപോലെ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആർത്തവം മാത്രം ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങൾ എത്രയുണ്ടെന്ന് പറ. ആണോ അല്ലയോ പറ? കാമാഖ്യ ക്ഷേത്രത്തിൽ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ? എന്താണ്? യോനിയാണ് പ്രതിഷ്ഠ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ പോയിട്ട് നാമം ചൊല്ലുന്നവർക്കും അവിടെ പോയിട്ട് ഭക്തി ചൊല്ലുന്നവർക്കും ഇതൊന്നും പാടില്ല എന്നാണോ പറയുന്നത്? ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂരുണ്ട്. അതിന് പ്രത്യേക ദിവസങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർവ്വസാധാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലുള്ളൊരു കൾട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു തോന്നല്. അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടാൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് നമ്മൾ പുറത്ത് വന്നിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനൊരു ആർക്കാ അറിയാം എവിടെയാ ആരാ പോണെന്ന്?
ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്രിസ്ത്യാനിയാലും ഇപ്പം പലരും ചോദിക്കാറുണ്ട് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പോകാൻ പറ്റുമെന്ന്. എവരിബഡി ഹു എൻറ്റേഴ്സ് ഇൻ ടു എ ടെമ്പിൾ ആർ ഡീംഡ് ടു ബി ഹിന്ദുസ് എന്ന് എഴുതണം ഞാൻ പറയാം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവരൊക്കെ ഹിന്ദുക്കളാണെന്ന് അങ്ങോട്ട് അനുമാനിക്കുക, അത്ര തന്നെ. ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം അടുത്ത് പോയിട്ട് നാമം ചെല്ലുമ്പോഴാണ് വലിയ ആഘോഷമായിട്ട് എല്ലാവരും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പറയും. ഇന്ന് കഴിഞ്ഞിട്ട് അയാൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നേരെ അടിച്ച് പതറും. കാരണം വേറെ പണിയൊന്നുമില്ല. ഇതൊന്നും ഭക്തിയും അല്ല, ഭക്തി ഇല്ലായ്മയും അല്ല. ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ. ഈ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും അതിനുള്ള ആർഗ്യുമെൻസും ഒക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ പകുതിയിൽ രക്ഷപ്പെട്ടു. എന്നാലും ഞാൻ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പറയേണ്ടി വരുന്നത് എന്താ വെച്ചാൽ നിർബന്ധിച്ച് നമ്മളെ പിടിച്ചു വലിച്ച് പറയിപ്പിക്കുന്നതാണ്. അതാണ് ഇതൊരു താല്പര്യമില്ല നമുക്ക്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സാണ് പ്രാധാന്യം. നമ്മുടെ മനസ്സിനുള്ളിൽ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ വിഷമവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴല്ല എവിടെ പോകേണ്ടത്? ക്ഷേത്രങ്ങളിൽ. അതുപോലെ തന്നെ ആ സമയത്തല്ല നമ്മൾ തിരികൊളുത്തേണ്ടത്. കാരണം അത് ബാക്കിയുള്ളവർക്കും കൂടി എനർജി പകർത്തുന്നൊരു സംഭവമാണ്. അതുപോലെ എനിക്ക് അതൊക്കെ ഒന്നുമില്ല, എൻ്റെ പ്രശ്നമല്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പണ്ട് അടുക്കളയിൽ കയറാനുണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാവരും കയറുന്നില്ല അല്ലേ? അതുപോലെ ഇപ്പം ഞാൻ പലപ്പോഴും ഈ നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇല്ലേ, നോമ്പെടുക്കുന്ന ആൾക്കാർ, ഞാൻ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. കാറിൽ നമ്മൾ വെള്ളം കുടിച്ചാൽ ഉടനെ ഫൈൻ അടിക്കും. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകും. ക്ലാസ് എടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം ക്ലാസ് എടുക്കുമ്പോൾ ക്ഷീണാവില്ലേ ഇല്ലേ? തുപ്പലെങ്കിൽ ഇറക്കി പോവില്ലയോ? അപ്പം നമ്മൾ പോകുമ്പോൾ പറയും, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പ്രിൻസിപ്പളുടെ റൂമിൻ്റെ ബാക്കിൽ ചെറിയൊരു ക്യാബിൻ ഉണ്ട്, അതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് ഭക്ഷണം തരും. എന്നിട്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ള കാലമുണ്ട്. ഇപ്പോഴോ? ഇപ്പം എല്ലാ ഹോട്ടലും തുറന്ന് എല്ലാവരും കഴിക്കണം. കാലം മാറി, അവർ മാറ്റി. ഒരു കാലത്ത് അതുണ്ടായിരുന്നില്ല, ഇപ്പം അത് സർവ്വസാധാരണം. ഇതേ സമയത്തോ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഹോട്ടലുകളിലും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ബാക്ക് ഡോർ വഴി കയറിയിട്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കും. പക്ഷെ പുറത്തൊക്കെ നോമ്പാന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കറിയാം. കാരണം അവർക്ക് പറ്റണില്ല. ആ സമയത്ത് എന്ത് ചെയ്യരുത്? വേറെ പണിയൊന്നും ചെയ്യാണ്ടിരിക്കണം. ഗൾഫിലൊക്കെ എങ്ങനെയാണ്? ആ കാലത്ത് നല്ല ചൂടുള്ള കാലത്താണ് ഇതൊക്കെ ആഘോഷങ്ങൾ. ആ സമയത്ത് ഒരു കടയും തുറക്കില്ല. ഒരു കടയും തുറക്കാണ്ടിരുന്ന ആർക്കും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ 1-2 ഡിസ്ട്രിക്റ്റിൽ ഞാൻ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. എല്ലാ കടകളും പൂട്ടിയിട്ടുണ്ടാവും. എന്ത് ചെയ്യും? വൈകുന്നേരം തുറക്കുള്ളൂ. എന്താ ചെയ്യുക? അപ്പം അതുപോലെ ഒരു നാട് ഫുൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ ചുറ്റും ഭക്ഷണം കാണുമ്പോൾ അറിയാണ്ട് വായിൽ വെള്ളം വരില്ലേ? വരുമോ ഇല്ലയോ? അങ്ങനെ വരരുതെന്നാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന വേറൊരു സംഭവമാണ് എന്ത്? വ്രതം അല്ലേ? ഒരിക്കലെടുക്കില്ലേ? ഒരിക്കലെടുത്തു എന്ന് കുറേ പേരോട് പറഞ്ഞു നടന്നാൽ തന്നെ ഒരിക്കലിൻ്റെ ഫലം പോയി. അത് ആരോടും പറയാണ്ട് നമ്മൾ ഉള്ളിൽ തോന്നലില്ലാതിരിക്കേണ്ട ഒരവസ്ഥയാണ്. അത് ഒരിക്കൽ മാത്രമല്ല, എന്ത് ചെയ്യണം? അതിന് വേറൊരു പേരെന്താ? ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് വസിക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് ഇവിടെ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ വരികയും ചെയ്യണം, ഉപവസിക്കുകയും വേണം. അത് പാടില്ല. നിങ്ങൾ ചെയ്യുന്ന പണി വീട്ടിലിരുന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കൽ മാത്രമാണെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാം, ഒരു നേരം കഴിക്കാം. നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ 3 നേരവും കഴിക്കണം. ഇനി നിങ്ങൾ അസുഖമുള്ളവരാണെങ്കിലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഉപവസിക്കുകയില്ല. എനിക്ക് ഉച്ചക്കും രാത്രിയൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 100% മസ്റ്റാണ്. അത് നല്ല പോലെ കഴിക്കണം. കാരണം അതില്ലാണ്ട് എൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം വേണം. ഇന്നലെ പറഞ്ഞേൽപ്പിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി ചോദിച്ചു. രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് ഭക്ഷണം വേണം, കമ്പൽസറിയാണ്. രാത്രി കഴിക്കേണ്ട വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഉച്ചക്കും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉച്ചക്ക് ഇത്രേ കഴിക്കുള്ളൂ, ഇത്ര കഴിക്കുന്നുണ്ടാവും. ഇതിലപ്പുറം ഞാൻ കഴിക്കില്ല ഉച്ചക്ക്. പക്ഷെ രാത്രി ചിലപ്പോഴൊക്കെ അത്യാവശ്യം കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ നല്ലപോലെ കഴിക്കും. ഓരോരാളുടെ ശീലമാണ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ മനസ്സമാധാനം വേണം. ആരെങ്കിലും പറഞ്ഞിട്ട് പറയുമ്പോൾ അത് തിരിച്ച് പറയാനും അറിയണം. ആരെങ്കിലും പറഞ്ഞ് ഉത്തരം കിട്ടാൻ പറ്റുന്നില്ല, അതിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ 7502038875 ഞാൻ പറഞ്ഞോളാം ബാക്കി. ഓക്കെ.